ഞാനിപ്പോൾ കണ്ണൂർ ജില്ലയിലെ പയ്യാമ്പലത്താണ് നിൽക്കുന്നത്. ഇവിടെ നിരവധി തട്ടുകടകളും അതുപോലെ തന്നെ അവർ ഒരാഴ്ച സമയം കൊണ്ട് നമ്മുടെ കോർപ്പറേഷൻ അധികൃതർ ഇവിടുന്ന് മാറിപ്പോകണം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അവർ ഇതൊക്കെ നശിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓരോ കടക്കാരോടും അതുപോലെ തന്നെ ഓരോ പെട്ടിക്കടക്കാരോടും ചോദിക്കാം ഇവിടെ അവരുടെ അവസ്ഥ എന്താണെന്ന്. അവർക്ക് പുനരധിവാസം അതുപോലെ വേറൊരു സ്ഥലത്ത് ഇതുപോലെ കച്ചവടം ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കാമെന്ന് ചോദിക്കാം. പേരെന്താ? പേര് മുസ്തഫ. ഒരാഴ്ച കൊണ്ട് ഇനി 3 ദിവസമല്ല, ഒരാഴ്ച സമയം തന്നില്ല. ഒരാഴ്ച സമയം ഇങ്ങനെ പറയുന്നുണ്ട്. നമുക്ക് വേറെ മാർഗമില്ല. ഇവിടെ എല്ലാം 11 വർഷമായിട്ട് കച്ചവടം ചെയ്യുന്നതാണ്. 11 വർഷമായിട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ സർക്കാർ എങ്ങനെ ഒരു ഒഴിപ്പിക്കാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു? നോക്കിയല്ല, ഇല്ലൊന്നുമില്ല. അവർ പറഞ്ഞിട്ടേ ഇല്ലു ഇങ്ങനെ എടുപ്പിക്കുന്നുള്ള പറഞ്ഞല്ലാണ്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇതാണ് ഇപ്പം മെയിനായിട്ടുള്ളത് പറഞ്ഞത് കാര്യമായിട്ട്. അപ്പം നമ്മളിത് കൊണ്ട് എവിടെ പോകാനാണ്? കാരണം നമ്മൾ 10-11 നമ്മൾ ഉപജീവന മാർഗ്ഗം ഇതാണ്. ഇവിടെ ഈ കച്ചവടം ചെയ്യുന്നതുകൊണ്ട് മറ്റ് ആളുകൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുമില്ല. വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ സ്ഥാപനങ്ങൾക്ക് കച്ചവടം കുറവോ അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ എന്താണ് ഇനി ജീവിതമാർഗം? ഇത് മാറാൻ പറഞ്ഞ ഇനി എന്താണ് മാർഗം? വേറെ മാർഗമൊന്നും നമുക്കില്ല. നമ്മൾ തൊഴിലിതേ അറിയും. കാരണം നമ്മൾ 10-11 വർഷമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ വേറൊരു മറുവശം വേറെ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സ്ഥലം കണ്ടെത്തിയിട്ട് അവർ തരാം. ഇതിനു മുമ്പ് എന്തായിരുന്നു ജോലി ചെയ്തത്? ഇതിനു മുമ്പ് ഞാൻ കുറേ കാലം ഡ്രൈവറായിരുന്നു. ഇപ്പം കാലൊന്നും വയ്യാതുകൊണ്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ 10-11 കൊല്ലമായി ഇവിടെ. ആണല്ലേ? അപ്പോൾ എന്താണ് ഇനി കാണുന്ന പ്രേക്ഷകരോടോ അല്ലെ സർക്കാരിനോടോ എന്താണ് പറയാനുള്ളത്? എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഇതുപോലെയുള്ള ഒരു സ്ഥലം അനുവദിച്ച് തരാൻ വേണ്ടിയിട്ട്. നമുക്കിത് കൊണ്ടുപോയിട്ട് കാര്യം വെക്കാനോ വേറെ ഒന്നും കയ്യിലല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു സ്ഥലം അനുവദിച്ചെന്നാൽ നിങ്ങൾ ആ ഒരു സ്ഥലത്ത് വാടക കൊടുത്ത് നിൽക്കാനൊക്കെ തയ്യാറാണോ? അതൊക്കെ ചെയ്യും. കാരണം വെച്ചാൽ ചെറിയൊരു വാടകയെല്ലാം നമുക്ക് താങ്ങാൻ പറ്റും. കാരണം വെച്ചാൽ എന്താ ഉള്ളത് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ പയ്യാമ്പലത്തെ ഇവിടെ കച്ചവടം ചെയ്യുന്ന ആളുകൾ അവർക്കൊരു സൗകര്യം ഒരുക്കി കൊടുത്താൽ അവർ ആ ഒരു സൗകര്യത്തിന് വാടക നൽകാനും തയ്യാറാണെന്നാണ് ഇവിടെ ഇരിക്കുന്ന കച്ചവടക്കാർ ഓരോരുത്തരും പറയുന്നത്. നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. ചേട്ടാ, ഈ മാങ്ങക്കൊക്കെ എത്ര പൈസ? അപ്പോൾ അങ്ങനെയുണ്ട് കച്ചവടമൊക്കെ. എന്താണ് ഇപ്പോൾ സർക്കാർ ഇവിടെ നിങ്ങളോട് പോകണമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ? സർക്കാർ ഇങ്ങനെ പറയുന്നില്ല, ട്രാഫിക്കിന്റെ ബുദ്ധിമുട്ടാണ്, അതാണ് ഇതാണ്. ഇത് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ട്രാഫിക് വികസനം വരുത്താൻ വേണ്ടിയാണോ? എന്താണെന്നറിയില്ല. ഇവിടെ ഇത് മാറ്റി തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാഴ്ച. അപ്പോൾ ഇതിനു മുമ്പ് കഴിഞ്ഞ സർക്കാർ ഇങ്ങനെ ഇവിടുന്ന് മാറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇല്ല, അത് ഇടക്ക് പറയലുണ്ട്. പിന്നെ അത് എന്തെങ്കിലും ഇതിൽ അയച്ചു പിന്നെ അങ്ങനെ വെക്കല്ല. അപ്പോൾ ഈ ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾക്ക് ഇനിയും നീട്ടിക്കിട്ടോ അല്ലെങ്കിൽ എന്താണ്? എന്താണെന്നറിയില്ല. നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗിൽ എന്തെങ്കിലും പറയുമോ? ആണല്ലേ? അപ്പോൾ ഇപ്പം നിൽക്കുന്നതിന് നിങ്ങൾ വാടക ആർക്കാണ് കൊടുക്കുന്നത്? വാടക ആയിട്ടില്ല. കോർപ്പറേഷൻ എന്തെങ്കിലും ഇതുള്ളവരും ഒരു പൈസ കൊടുക്കാതെ എടുക്കണം. അപ്പോൾ ഇപ്പോൾ കോർപ്പറേഷൻ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഇവിടെ നിൽക്കുന്നതിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ കോർപ്പറേഷൻ തന്നെയാണ് ഇവിടുന്ന് ഒരാഴ്ച കൊണ്ട് മാറിപ്പോകണം എന്ന് പറയുന്നത് അല്ലേ? ഇതിനു മുമ്പ് എന്തായിരുന്നു ജോലി ചെയ്തത്? നമ്മൾ ഗൾഫിലായിരുന്നു. അപ്പോൾ അപ്രവാസിയായി വന്നിട്ട് ഓക്കെ. അപ്പോൾ ഇതിന് ഒരുപാട് മുതൽ മുടക്കുകൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടാവും കടയിടാനൊക്കെ? ചെയ്തിട്ടുണ്ട്. ഇനി അപ്പോൾ എന്താണ് ഇനി ഇവർ മാറിപ്പോകാൻ പറഞ്ഞാൽ എന്താണ് ഒരു ജീവിതമാർഗം? അന്ന് തീരുമാനിച്ചില്ല. അപ്പം മാറിപ്പോകണമെന്ന് പറഞ്ഞാൽ മാറും. അപ്പോൾ മറ്റൊരു സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ അവിടെ നിൽക്കും. പേരെന്താണ്? സതീശ. പേരെന്താ? നൗഫൽക്ക് എത്ര നാളായി ഇവിടെ? ഇപ്പോൾ 10 വർഷം കഴിഞ്ഞു. ഇവിടെ 10 വർഷം ഐസ്ക്രീം കൊടുക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഇനി എത്ര ദിവസം കൊണ്ട് ഇവിടെ മാറണമെന്നൊക്കെ പറയുന്നുണ്ട്? ഇതിനു മുമ്പ് എന്താ ചെയ്ത? ഷോപ്പിലാണ്. എവിടെ ഷോപ്പ്? സൂപ്പർ മാർക്കറ്റിൽ. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ മാറി പോകണമെന്ന് പറഞ്ഞാൽ മാർഗം എന്താണ്? കാലിന് സുഖമില്ലാത്തതാണ്. കാലിന് വയ്യാത്തതാണ്. വേറെ പണിയല്ല, കൂടുതൽ വർക്ക് ചെയ്യാൻ കഴിയില്ല. പണിയാണ്. നിങ്ങൾ ഈ മറ്റന്നാൾ ഇവിടുന്ന് പോയില്ലെങ്കിൽ ഇതൊക്കെ എടുത്ത് ചാടും എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണ് അന്നേരം? എടുത്ത് ചാടുന്നത് കണ്ടു നിൽക്കാൻ പറ്റുമോ? കണ്ടിരിക്കാൻ കഴിയില്ല. കാരണം ഇതൊരു ജീവിതമാർഗ്ഗം. വേറെ മാർഗം ചെയ്യാൻ കഴിയില്ല. കാലിന് സുഖത്തിലോണ്ട് വേറെ നിന്നിട്ടുള്ള പണി ചെയ്യാൻ കഴിയില്ല. കോർപ്പറേഷനോട് എന്താണ് പറയാനുള്ളത്? നമുക്കൊരു വേറെ സ്ഥലമോ ഒരു ഷോപ്പോ ആക്കി തരാം. നമ്മൾ വാടക കൊടുക്കാൻ തയ്യാറാണ്. ഇവിടെ ബീച്ചിലാണെങ്കിൽ നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് കച്ചവടം ചെയ്യാനുള്ള 10 വർഷമായി ഒരു ഷോപ്പ് പോലെ കട്ടിടാക്കി തന്നെങ്കിൽ നമ്മൾ വാടക കൊടുത്ത് കച്ചവടം ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് കച്ചവടക്കാർ ഇവിടെ കണ്ടു ബീച്ചിൽ കച്ചവടം ചെയ്യുന്ന. അപ്പോൾ അവരെല്ലാം പറയുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുക. അതായത് അവർക്ക് നിന്ന് കാലിന് സുഖമില്ലാത്തവരും അതുപോലെ പ്രവാസികളായ ആൾക്കാരൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവരെല്ലാവരും തന്നെ പറയുന്നത് വെച്ചാൽ അവർക്കൊരു ജീവിതമാർഗ്ഗം ഉണ്ടാവണം. കാരണം ഒന്നല്ലെങ്കിലും അതായത് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്നവരാണ് ഇവർ ഓരോരുത്തരും.
അപ്പോൾ കണ്ണൂർ മൗണ്ടൻ ഓരോരുത്തരോടായിട്ട് ചോദിക്കുന്നുണ്ട് നമുക്ക്. അപ്പോൾ എത്ര നാളായി ഇവിടെ മാങ്ങയും ക്യാരറ്റൊക്കെ കൊടുക്കാൻ തുടങ്ങുന്നത്? 10 കൊല്ലത്തിന്റെ അടുത്തായി. 20 കൊല്ലം. ഈ ബീച്ച് ഇങ്ങനെയല്ലേനു പണ്ട്. അന്ന് ആ ടൈം വരെ നമ്മൾ ഇവിടെ കച്ചവടം, എൻ്റെ ഉപ്പ കച്ചവടം ചെയ്താണ്. 2-3 ദിവസം മുന്നേ എൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയി. ഇപ്പോൾ തുടങ്ങിയ കച്ചവടമാണ്. പിന്നെ നമ്മൾ മക്കളെ ഇങ്ങനെ നോക്കി അടുത്തിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ 30 കൊല്ലം 20 കൊല്ലമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിനു മുമ്പിൽ ഏതെങ്കിലും ഒരു സർക്കാർ നിങ്ങൾ ഇതൊക്കെ ഇടുന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അവരോട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ ഇത് ഒഴിവാക്കിയാൽ നമുക്ക് കച്ചവടം ചെയ്യാനുള്ള വേറൊരു സംവിധാനം ഒരുക്കി തരുമെന്ന് ചോദിച്ചു? നമ്മൾ അവരുടെ അടുത്ത് അതാ പറഞ്ഞു, ഇതിപ്പോൾ ഇവർ ഈ വികസനത്തിന്റെ പേരിൽ ഇത് മാറ്റുന്നതാണെങ്കിൽ നമുക്ക് സന്തോഷമുള്ളൂ. കാരണം നമുക്ക് ഒരു പുനരധിവാസം ഇപ്പോൾ അങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് എവിടെയെങ്കിലും ഒരു പങ്കാ അല്ലെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും കച്ചവടം ചെയ്യേണ്ട ഒരു സാഹചര്യം ഇവർ ഒരുക്കി തരേണ്ടി വരും. കാരണം നമ്മൾ ഇതാണ് ജീവിതമാർഗമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം. നിങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തന്ന കോർപ്പറേഷന് നിങ്ങൾക്ക് വാടകയൊക്കെ കൊടുക്കാൻ പറ്റും. അത് എന്തായാലും കൊടുക്കണമല്ലോ. അവർ അതിനൊരു സൗകര്യവും വെള്ളത്തിൻ്റെതും കറണ്ടും കാര്യങ്ങളൊക്കെ തരുന്നതിന് നമ്മൾ വാടക കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അത് കുഴപ്പമില്ല, നമ്മൾ കൊടുക്കാനും തയ്യാറാണ്. നമ്മൾ ഇത്രയും കൊല്ലം കച്ചവടം ചെയ്ത് നമ്മളെ വീട്ടിൽ നമ്മൾ വീട്ടിൽ ചെറിയ കുട്ടികൾ വന്നാലും അവർ കഴിക്കുന്ന സാധനങ്ങളാണ്. ഇതിലൊരു എടുക്കുന്ന സാധനം അങ്ങനെ വെള്ളത്തിന് കംപ്ലൈൻറ്റോ അങ്ങനെ ഇതുവരെയായിട്ട് ഇത്രയും കൊല്ലമായിട്ട് ഇവിടെ വന്നിട്ടില്ല. 20 വർഷമായിട്ടില്ല. 20 വർഷമായിട്ട് അങ്ങനെ ഒരു ഹൈജീനിക്കിൻ്റെ പേരിൽ ഒരു കംപ്ലൈൻറ്റ് നമുക്ക് ഇതുവരെയായിട്ട് വന്നിട്ടുമില്ല. ഒരാൾ നിങ്ങളിവിടെ നാട്ടുകാരുടെ ആരെടുത്ത് ചോദിച്ചാൽ നമ്മുടെ ഷോപ്പിനെ പറ്റി നല്ല അഭിപ്രായം പറയും. കാരണം അത്രയും ചെറുതിലേ നമ്മളിവിടെ കച്ചവടം ചെയ്ത് വരുന്നതാണ്. അപ്പോൾ പെട്ടെന്നൊരു ദിവസം വന്നിട്ട് എല്ലായിടത്തും മാറ്റണം അങ്ങനെ ഇങ്ങൊക്കെ പറഞ്ഞാൽ നമ്മൾ മുകളിലോട്ടേക്ക് നോക്കി വെക്കേണ്ടി വരും. അപ്പോൾ എന്താണ് ഇനി കോർപ്പറേഷൻ അധികാരിയോട് ഇവിടെ ഉള്ള പഴയുള്ള ആൾക്കാർക്ക് ഉള്ളിലേക്കൊരു സ്ഥലം കൊടുക്കുക, എന്നിട്ട് ഇത് മാറ്റാൻ പറഞ്ഞാൽ ഓക്കെ. ഇപ്പം പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇതൊരു സെക്കൻഡ് ഓപ്ഷൻ മാത്രമാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ. പുതിയ ആൾക്കാർ വന്നിട്ട് ഇപ്പോൾ ചോദിക്കുന്നു ഇവിടെ ഒരു സ്ഥലം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ധൈര്യത്തിൽ പറയാൻ ഇവിടെ സ്ഥലം കൊടുക്കാൻ കഴിയില്ല, ഇവിടെ ഓൾറെഡി ഉണ്ട്. കാരണം അവർക്ക് അതൊരു സെക്കൻഡ് ഓപ്ഷൻ മാത്രമാണ്. മുന്നേ എന്തെങ്കിലും ജീവിത സാഹചര്യം അവർക്ക് ഉണ്ടാവും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് നമ്മൾ ജീവിതം. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ അടുത്തൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഇങ്ങനെ ഒരാഴ്ച കൊണ്ട് മാറ്റണം അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും കൈമലർത്താനാണ്. ഇനി എത്ര ദിവസമുണ്ട് ബാക്കി? ഇവരിപ്പോൾ 4 ദിവസം കൊണ്ടാണ് നമുക്ക് ടൈം തന്നിട്ടുള്ളത്. അതിനുള്ളിൽ എടുത്ത് മാറ്റിയിട്ടില്ലെങ്കിൽ അവർ ഇതെടുത്തിട്ട് പോകുന്നതെന്ന് പറയുന്നു. അങ്ങനെ കൊണ്ടുപോയാൽ പിന്നീടില്ല നിങ്ങളെ ജീവിതമാർഗം? അത് മുകളിലോട്ടേക്ക് നോക്കണ്ടേ. പിന്നെ അവരെ പോയി സംസാരിച്ചുകൊണ്ട് നിൽക്കേണ്ടി വരും. ഇതേപോലെ ഉള്ളിൽ നമുക്ക് സ്ഥലം കച്ചവടം ചെയ്യാൻ വേറെ എന്തെങ്കിലും വയ്യ ഒരുക്കി തരണം നമ്മളിങ്ങനെ പറഞ്ഞുകൊടുക്കേണ്ടി വരും. അപ്പോൾ പ്രഷർ നമുക്കറിയാം 20 വർഷമായിട്ട് ഇവിടെ ഈ ഒരു മാങ്ങയും അതുപോലെ ക്യാരറ്റൊക്കെ വിൽക്കുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇവിടെ കച്ചവടം ചെയ്ത ഒരാളായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഇദ്ദേഹം ഈ ഒരു കട ഏറ്റെടുത്തത്. അപ്പോൾ ഇതുപോലെയുള്ള വിഷമങ്ങളില്ല ഓരോരുത്തരാണ് നമ്മൾ ഈ ഒരു ബീച്ചിലുള്ളത്. ഇവർക്കൊരു പുനരധിവാസമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. കാരണം ബീച്ചിൽ വികസനങ്ങൾ വേണമെന്ന് തന്നെയാണ് ഇവർ. ആരും വികസനത്തിനെതിരല്ല. നല്ല ഫുട്പാത്ത് വേണം, നടക്കാനുള്ള സാഹചര്യങ്ങൾ വേണം. പക്ഷേ അതോടൊപ്പം ഇവർക്ക് ഇവിടെ കച്ചവടം ചെയ്യാനുള്ള സാഹചര്യം കൂടി നമ്മുടെ കോർപ്പറേഷൻ അധികാരികൾ ഒരുക്കി കൊടുക്കണമെന്നാണ് ഈ ഒരു അവസ്ഥയിൽ പറയാനുള്ളത്. പേരെന്താ? എൻ്റെ പേര് സജീർ. അപ്പോൾ ഇപ്പോൾ എത്ര നാളായി ഇവിടെ ഈ ഒരു പാനിപ്പൂരിയൊക്കെ കൊടുക്കുന്നത്? ഇതൊരു 6 കൊല്ലമായി ഷോപ്പ് വരുന്നത്. അപ്പോൾ ഈ കോർപ്പറേഷൻ പറയണു ഇവിടുന്ന് ഒരാഴ്ചക്കുള്ളിൽ മാറണമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇനി 2-3 ദിവസം ബാക്കിയുള്ളത്. മാറുന്നതിന് കുഴപ്പമില്ല. അവർ അതിനുള്ള ഒരു സൗകര്യം കുറച്ച് ഒരുക്കി തന്നാൽ വേറെ കടയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് വാടക കൊടുക്കാൻ റെഡിയാണ്. അപ്പോൾ എന്താണ് ഇനി പോകാൻ വഴി? എന്താണ് പോകുമ്പോൾ വേറെ വഴിയില്ല. ഈ ഷോപ്പിൽ നമ്മൾ മെയിൻ തന്നെ ചിലവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വന്നത്. അതെ. അപ്പോൾ ഇപ്പം എത്ര നാളായി ഇവിടെ ഷോപ്പ്? 6 കൊല്ലമായി. അപ്പോൾ 6 കൊല്ലത്തിന് മുമ്പ് ഇതിനു മുമ്പ് ആരെങ്കിലും ഇങ്ങനെ വന്ന് മാറണമെന്ന് പറഞ്ഞോ? ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമായിട്ട് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നത്. ആണല്ലേ. അപ്പോൾ ഇനി എന്താണ് വഴി? എന്താണ് ഇതിപ്പോൾ മാറിയാൽ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? വേറെ ഐഡിയ ഇല്ല. ഇത് തന്നെ കുറെ കാലമായിട്ട്. ആണല്ലേ. ഓക്കെ. അപ്പോൾ ഇവിടെ ആകുമ്പോൾ ഹിന്ദിക്കാരൊക്കെ കൂടുതൽ വരുമായിരിക്കും, മറ്റ് അന്യ സംസ്ഥാന തൊഴിലാളികൾ രാജ്യത്തുനിന്ന് ടൂറിസ്റ്റുകളെല്ലാം വരുന്ന ഏരിയ ആണ്. അപ്പോൾ ഇത് അതായത് ഈ പാനിപ്പൂരിയൊക്കെ ചായയും പാനിപ്പൂരി ഇതൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ കിട്ടുന്ന ഒരു സാധനമാണല്ലോ നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെപ്പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? വേറെ കുറച്ചപ്പുറം ഒന്നുണ്ട്. ആണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പുനരധിവാസം കിട്ടിയാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞല്ലേ? അത് നമുക്ക് വാടക കൊടുത്തിട്ട് അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. വേറെ സൗകര്യം കിട്ടുന്നുണ്ടെങ്കിൽ. എന്താണ് ഈ ഒരു ഇപ്പോൾ ഇവിടുത്തെ കടകളൊക്കെ മാറ്റണമെന്നുണ്ട്, ഇത് പെട്ടിക്കടകളും മറ്റ് ബങ്കുകളൊക്കെ മാറ്റണമെന്നു. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇത് മാറ്റേണ്ടത് തന്നെയാണ്. മാറ്റണം. പാർക്കിംഗ് ആണ് ഈ ഒരു പാർക്കിംഗ്, അതായത് കടകൾ എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് ഇല്ല, അസൗകര്യമുണ്ട്. അതുകൊണ്ടാണ് മാറ്റണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇപ്പോൾ ഇവിടെ കടകൾ ചെയ്യുന്നവർക്ക് ഒരു ജീവിതമാർഗം വേണ്ടേ? അത് ഏകീകരിച്ച ഒരു കോംപ്ലക്സ് പോലെ അല്ലേ അങ്ങനെ എന്തെങ്കിലും ആക്കി കൊടുക്കണം. അങ്ങനെ കോർപ്പറേഷൻ ആക്കി കൊടുക്കണം. ചേട്ടൻ്റെ അഭിപ്രായം? അതേ അഭിപ്രായം തന്നെയാണ്. ഏകീകരിച്ച് ഒരു കോംപ്ലക്സ് പോലെ ആക്കുക, പാർക്കിംഗ് ആയിട്ട് എടുക്കുക. അപ്പോൾ കോർപ്പറേഷൻ എന്ന് പറഞ്ഞു പയ്യാമ്പലത്തെ ഈ ചെറിയ ചെറിയ തട്ടുകടകളൊക്കെ ഈ ഒരാഴ്ചക്കുള്ളിൽ മാറ്റണമെന്ന്.
അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായും അതൊരു സ്വാഗതാർഹമാണ്. കാരണം ഇവിടെ ഒരുപാട് വാഹനങ്ങൾ, 2 വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സൗകര്യമില്ല, പോകാൻ പറ്റുന്നില്ല. ഒരു സൈഡിൽ വാഹനം പാർക്ക് ചെയ്താൽ പിന്നെ അപ്പുറത്തുനിന്ന് ഒരു വാഹനം കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വളരെ ബുദ്ധിമുട്ട്. അപ്പം ഈ ഇതൊക്കെ നമുക്ക് എത്ര കാണാൻ പറ്റും, ഒരുപാട് വണ്ടികളുണ്ട് ഇവിടെ. ഇപ്പം നമ്മൾ കോഴിക്കോട് ബീച്ചിലെല്ലാം പോയി കഴിഞ്ഞാൽ റോഡിൽ നിന്ന് വിട്ട് ബീച്ചിൻ്റെ അകത്ത്, ബീച്ച് ഏരിയ ആകുമ്പോൾ ബീച്ചിൻ്റെ അകത്ത് അവർക്ക് ഇതിനുള്ള സൗകര്യം ചെയ്ത് കൊടുത്താൽ വലിയ ഗുണം തന്നെയാണ്. അതായത് ഈ റോഡിലെ ഈ ഒരു സൗകര്യം മാറ്റിയിട്ട് ബീച്ചിന്റെ അകത്താക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ഗുണപ്രദം. അത് നമ്മൾ എല്ലാ ബീച്ചിലും അങ്ങനെയാണല്ലോ. ഇത് റോഡിന്റെ സൈഡല്ല, സൈഡ് വശങ്ങളല്ല. ഈ വശങ്ങളിൽ ഇങ്ങനെ വണ്ടികൾ ഉണ്ടാകുമ്പോൾ ഒരു 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഫുൾ ബ്ലോക്ക് തന്നെയാണല്ലോ. അത് നമ്മൾ എപ്പോഴും കാണുന്നത് തന്നെയാണ്, ഭയങ്കര ബ്ലോക്ക് തന്നെയാണ്. അപ്പോൾ അതൊരു സ്വാഗതാർഹമായ കാര്യം തന്നെയാണ്. പക്ഷേ ഇവർക്കും ജീവിക്കേണ്ടവരാണ്. അപ്പോൾ അവർക്ക് അതിനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കണം കോർപ്പറേഷൻ. കാരണം ഇവിടെ വരുന്നവർക്ക് വെള്ളം വേണം, ഭക്ഷണം വേണം, എല്ലാ സൗകര്യവും വേണം. പിന്നെ VIP ഹോട്ടലുകളിലൊന്നും എല്ലാ സാധാരണക്കാരനും കയറി കഴിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ചെറിയ ചെറിയ കുട്ടികൾക്ക് വേണ്ടുന്ന മറ്റുള്ള കച്ച്, മറ്റേ പോപ്കോൺ, അങ്ങനത്തെ സാധനങ്ങൾ, ഐസ്ക്രീം, ഇതെല്ലാം ബീച്ചിൻ്റെ അകത്താക്കി കൊടുത്തു കഴിഞ്ഞാൽ, അതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ വലിയ ഗുണപ്രദം. പേരെന്താണ്? ഷമീർ. അപ്പോൾ ഷമീർക്ക് പറയുന്നത് വെച്ചാൽ ഇവർക്ക്, അതായത് ഇവരിവിടെ ബീച്ചിൽ വന്ന ഒരാളാണ്. അപ്പോൾ പറയുന്നത് വെച്ചാൽ ഇവിടെയുള്ള കച്ചവടക്കാർ അങ്ങനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. അവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുത്തില്ലെങ്കിൽ, കാരണം ബീച്ചിൽ വരുന്നവർക്ക് എവിടുന്ന വെള്ളം, കുടിവെള്ളം വേണം, ഐസ്ക്രീം വേണം, കുട്ടികൾക്ക് ഐസ്ക്രീം വേണം, കുട്ടികൾക്ക് മറ്റുള്ള ചെറിയ കച്ചി അങ്ങനത്തെ സാധനങ്ങൾ വേണം. അപ്പോൾ അതെല്ലാം കിട്ടണമെങ്കിൽ ഈ കടകൾ വേണ്ടേ? കാരണം മറ്റുള്ള ബീച്ചുകളിൽ ഇതുണ്ടല്ലോ. അപ്പോൾ അത് ബീച്ച് ഇവിടെ നിന്ന് ഒഴിവാക്കാം, ഈ റോഡ് സൈഡിൽ നിന്ന് ഒഴിവാക്കി ബീച്ചിൻ്റെ അകത്തെ ബൗണ്ടറികളിൽ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല കാര്യം. പേരെന്താ? പേര് മഹറൂഫ്. അപ്പോൾ ഈ ഒരു കടകളൊക്കെ ഇവിടുന്ന് മാറ്റണമെന്നാണ് കോർപ്പറേഷൻ്റെ ഉത്തരവ്. അപ്പോൾ എന്താണ് ജീവിതമാർഗം? ഇതന്നെ ജീവിതമാർഗം. ഇത് നമുക്ക് അപ്പുറ സൈഡിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ വളരെ ഉപകാരമാവും. നമ്മുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ ഈ ബീച്ചിൽ തന്നെ നിങ്ങൾക്ക് ഒരു കച്ചവടം ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കി തരണം തന്നെ നമുക്ക് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ കോർപ്പറേഷൻ വാടക കൊടുക്കാൻ തയ്യാറാണ്? തീർച്ചയായും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഈ കടയൊക്കെ പെയിൻ്റ് അടിക്കുന്നത്, അതുപോലെ ഈ വാഹനങ്ങൾക്ക് പോകാൻ സൗകര്യമില്ല എന്നാണ് ഇവിടെ കട വെക്കുന്നതുകൊണ്ട് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അത് ബുദ്ധിമുട്ട് തന്നെയാണ്. ബുദ്ധിമുട്ടുണ്ട്, അവർക്ക് വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ നിങ്ങൾ കട വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വണ്ടി പാർക്ക് ചെയ്യുമല്ലോ, അപ്പോൾ എന്തായാലും വാഹനങ്ങൾക്ക് പോകാൻ തടസ്സം ഉണ്ടാവുമല്ലോ. അപ്പുറത്ത് നമുക്ക് അപ്പുറത്തെ സൈഡിലാണ് ഒരു സൗകര്യം ചെയ്ത് തന്നാൽ വളരെ നല്ലത്. मैडम आपका नाम क्या है? मेरा नाम सपना. मैम इधर से आपको इधर से जाने के लिए बोल रहे कॉर्पोरेशन, अभी पूरा खाली करने के? हमारा इधर कोई नहीं है कमाने के लिए. मेरा हस्बैंड नहीं है, मेरा बच्चा इधर हॉस्टल में पढ़ाई करता है. मैं किधर जाएगा, कैसे कमा के खाएगा? अभी दूसरा एक तरीका दिखाएगा तो आप उधर चला जाएगा. किधर जाने का? हम लोग को पूरा सेफ्टी करके दिएगा तो हम लोग कुछ कर सकते हैं, नहीं तो हम लोग रूम का भाड़ा है, खाने का पैसा है, बच्चा का पढ़ाई का खर्चा हम लोग किधर से दिएगा? अभी इधर कितना साल हो गया आप बेच रहे हैं? 7 साल हो गया. 7 साल से आप इधर ही है? मेरा टोटल 9 साल हो गया इधर. मैं अभी 7 साल अपना दुकान हो गया, 2 साल में भाड़ा का दुकान चलाया. आपका गांव किधर है? इंडिया में किधर है? कलकत्ता से कितना साल हो गया इधर आके? इधर 15 साल हो गया. 15 साल हो गया. पहले यही बजी बेचते हैं, मुलक बजी और आलू? पहले दूसरे दुकान में होटल में काम किया. अभी मेरे को इधर एक काम मिला था, मैं काम किया, उसके बाद से मैं भाड़ा का दुकान चलाया. अभी हमारा इधर कोई नहीं है, मेरा हस्बैंड नहीं है, मेरा कोई नहीं है. मैं कमाता इसके ऊपर मेरा रूम का भाड़ा है, खाने का, बेटी का खर्चा पूरा. और आप 7 साल से आप खुद ये करते हैं? अभी क्या तरीका क्या है? अभी इधर से बेच दे? इधर से जाएगा तो हम लोग को क्या है, हम लोग को फांसी लगाने मरना पड़ेगा और क्या करेगा खाने के लिए, और क्या करो? हम लोग को दूसरा तरीका नहीं है ना. हम लोग को कमाने के लिए, हमारा कमाने के लिए कोई नहीं है. हमारा इसका ऊपर पूरा खर्चा है. हम लोग किधर जाने का, किधर जाएगा? अभी 3 दिन बाकी है, और 3 दिन में क्या अभी मन में क्या टेंशन है? टेंशन तो है ही. टेंशन है, काम बंद हो जाए तो खाना भी बंद हो जाएगा, रूम से भी बाहर जाना पड़ेगा. पैसा नहीं दिए तो किधर जाएगा? दूसरा का प्रॉब्लम, हमारा प्रॉब्लम थोड़ा अलग है. अभी आप गवर्नमेंट दूसरा तरीका आप दिखाएगा जरूर? अभी दिखाएगा तो पूरा रेडी करके फिर छोड़ना पड़ेगा ना. पहले ही हटाएगा तो हम लोग किधर जाएगा? पहले हटाएगा तो हम लोग जाएगा किधर? हम लोग खाएगा क्या?
और ये दिख रहा है वो अधिकारी बच्चा हॉस्टल में पढ़ाई करता है, इसका ऊपर हॉस्टल का खर्चा है, रूम का खर्चा है, खाने का। हमारा बच्चा को भी प्रॉब्लम है, हमको भी प्रॉब्लम है। कॉर्पोरेशन वाले देख के आपको कुछ तरीका दिखाएगा. എന്താ പേരെന്താ? എൻ്റെ പേര് നൗഷാദ്. നൗഷാദ് കാ. അപ്പോൾ ഈ ഒരു ഓർഡർ ഉണ്ട്, അതായത് കോർപ്പറേഷൻ്റെ ഓർഡർ ഉണ്ട്. ഒരാഴ്ചക്കുള്ളിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് ഒരാഴ്ചക്കുള്ളിൽ, അതിന് 3-4 ദിവസം ഉള്ളൂ. അപ്പോൾ ഇവർക്ക് കടയൊക്കെ എടുത്ത് മാറ്റണം. എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം മാറ്റുന്നത് ഏറ്റവും നല്ലത്. കാരണം റോഡ് ബ്ലോക്ക് മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് വരുന്നത്. അപ്പോൾ ഇത് കോർപ്പറേഷൻ്റെ ഇതിൽ ലൈസൻസ് കൂടി നടത്തുന്നതാണ് ഏറ്റവും നല്ലത് എൻ്റെ അഭിപ്രായം. അപ്പോൾ കോർപ്പറേഷൻ ഇവർക്ക് വേറൊരു സ്ഥലം കണ്ടെത്തി കൊടുക്കണമെന്ന് എൻ്റെ അഭിപ്രായം. അതായത് നല്ല സൗകര്യത്തോടുകൂടി സ്ഥലം കൊടുക്കണമെന്ന് എൻ്റെ അഭിപ്രായം. അങ്ങനെ കൊടുക്കുമെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? കൊടുക്കാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അറിഞ്ഞിടത്തോളം. അല്ല, അങ്ങനെയാണെങ്കിൽ ആദ്യം അങ്ങനെ ഒരു സാധ്യത കണ്ടെത്തിയിട്ട് ഇവരെ മാറ്റുന്നതായിരിക്കും നല്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഇവരെ അങ്ങനെ സാധ്യത കൊടുക്കണം, തീർച്ചയായിട്ടും കൊടുക്കണം. കാരണം ഇവിടെ കുറേ വർഷങ്ങളായിട്ട് നടത്തുന്നതാണ് അവർ. ഇപ്പൊ ഞാൻ ചേട്ടനെ ചോദിക്കുന്നത്, ഇപ്പോൾ ഇവർക്ക് വേറൊരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ആക്കിയതിന് ശേഷം ഇവിടുന്ന് മാറണമെന്ന് പറയുന്നത്, നാളെ തന്നെ എടുത്ത് പോകണമെന്ന് പറയുന്നു. ഏതാണ് സ്ഥലം കണ്ടുപിടിച്ചിട്ട് മാറുന്നത് നല്ലത്. കാരണം ഒരുപാട് വർഷങ്ങളായി ഇവിടെ കച്ചവടം വിജയിപ്പിച്ച് അവരുടെ ജീവിത മാർഗ്ഗം. അപ്പോൾ ഈ നാളെ തന്നെ ഇവിടുന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും അവർക്ക് എന്തായാലും ഉണ്ടാവും. വിഷമോ കോർപ്പറേഷൻ പരിഹരിക്കണമെന്ന് എൻ്റെ അഭിപ്രായം. സ്ഥലത്ത് കാണാം സ്പൈസി ലൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കടകളില്ല ഒരു ഫുഡ് കോർട്ട് കാണാം. അപ്പോൾ ഇവിടെ ഇതുപോലെ ഒരു ഫുഡ് കോർട്ടാണ് ഈ ഒരു മേഖലയിൽ, അതായത് ഈ ബീച്ചിൽ വേണ്ടതെന്നാണ് ഇവിടെ നമുക്ക് നേരത്തെ സംസാരിച്ച കടക്കാരൊക്കെ പറയുന്നത്. നമുക്ക് ഈ ഒരു ഫുഡ് കോർട്ടിൽ കട നടത്തുന്ന ഒരു ബ്രദർ ഉണ്ട്, അവരോട് ചോദിക്കാം. ഫുഡ് കോർട്ടിൽ ചേട്ടൻ്റെ കട ഏതാണ്? എൻ്റെ ഇതാണ് വരുന്നത്. ആ 2 ഷോപ്പാണ് എൻ്റെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 ഷോപ്പ് അല്ലേ? അതെ അതെ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇതൊരു കാണാൻ ഭംഗിയുള്ളതും അതുപോലെ തന്നെ ഹൈജീനിക് ആയിട്ടുള്ള ഒരു ഫുഡ് കോർട്ടാണ്. അപ്പോൾ നമുക്ക് അങ്ങേ അറ്റത്തൊക്കെ നമുക്ക് അവരോട് പോകാനായിട്ട്, ഒഴിവാക്കി പോകാനായിട്ട്, അതായത് എല്ലാം 3 ദിവസത്തിനുള്ളിൽ എടുത്തില്ലെങ്കിൽ എല്ലാം പൊളിച്ചു കളയുന്നതാണ് കോർപ്പറേഷൻ്റെ ഉത്തരവ്. അപ്പോൾ എന്താണ് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ഫുഡ് കോർട്ട് നടത്തുന്നതോടൊപ്പം അവരെ പരിഗണിക്കേണ്ട എന്താണ് നിങ്ങളുടെ ഉത്തരവാദിത്തം? തീർച്ചയായും എല്ലാവരും കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർ, എല്ലാവരും അങ്ങനെ വന്നവരല്ലേ. അപ്പോൾ അവർക്ക് അതുപോലെ തന്നെ നല്ലൊരു പുനരധിവാസം സെറ്റ് ചെയ്യുന്ന ഏറ്റവും നല്ലത്. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ ഈ ചെറിയൊരു തുക കൊണ്ട് ചെറിയൊരു ബിസിനസ് നടത്തി ജീവിക്കുന്നവരാണ്. ചിലവരുടെ കുടുംബം തന്നെ അതിൽ കഴിഞ്ഞു പോണവരുണ്ട്. അപ്പോൾ ഈ വഴിയാര കച്ചവടക്കാർക്ക് നമ്മളൊരു അവസരം കൊടുക്കണം അല്ലേ? ഒന്നിക്കൽ അവരെ നീക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ബീച്ചിൽ, ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ ബീച്ചിലൊരു എൻ്റർടൈൻമെൻറ്റ് പറയുന്നത്. ഈ വഴിയാര കച്ചവടം ഇല്ലെങ്കിൽ ബീച്ച് ഒരു രസം ഉണ്ടാവില്ല. നമുക്ക് ഈ ചെറിയ സ്നാക്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കണമെങ്കിൽ ഈ ബീച്ചിൽ ഈ വഴിയാര കച്ചവടം തന്നെ വേണമല്ലോ. അപ്പം അവർക്കൊരു ഓപ്പർച്യൂണിറ്റിയും കൂടി ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം പയ്യാമ്പലത്തേക്ക് എല്ലാവരും വരുന്നതന്നെ. ഇപ്പൊ ഉപ്പിലിട്ടാണെങ്കിൽ അത് ഇതൊക്കെ കഴിക്കാൻ തന്നെ നമുക്കൊരു ക്രൈസ് ആണല്ലോ. അപ്പൊ അതൊക്കെ ഈ ഒരു ചെറിയ വഴിയോര സെറ്റപ്പിലൊക്കെ കഴിക്കാനും പിന്നെ അങ്ങനെ ബീച്ചിലൊക്കെ വെക്കാനേ പറ്റുള്ളൂ. അപ്പൊ അവർക്കൊരു ഓപ്പർച്യൂണിറ്റിയും കൂടി നമ്മളിവിടെ സെറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എൻ്റെ ഒരു. അതെ, എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ അവർക്ക് ഒരുപോലെ ബീച്ചിലാണെങ്കിൽ ബീച്ചിൽ, അല്ലെങ്കിൽ സൈഡിലാണെങ്കിൽ സൈഡിൽ അവർക്കൊരു ഫുഡ് കോർട്ട് രീതിക്ക് ഒരു സെറ്റ് ചെയ്ത് കൊടുക്കണം. ഒരിക്കലും അത് ഒഴിവാക്കാൻ പാടില്ല എൻ്റെ ഒരു തീരുമാനം. ഈ അമ്പലത്തിൽ ഇതുപോലെ ഒരുപാട് കടകളുണ്ട്. അപ്പോൾ ഈ കടകളുടെ ആളുകളൊക്കെ പറയുന്നത് വെച്ചാൽ അവർക്കൊരു പുനരധിവാസം ആക്കി കൊടുത്തതിന് ശേഷം മാറ്റിക്കോന്നാണ്. അപ്പോൾ അവർക്ക് ആ ഒരു കടകൾ അല്ലെങ്കിൽ ഒരു ഷോപ്പുകൾ അല്ലെങ്കിൽ ഒരു ഫുഡ് കോർട്ടുകൾ ആക്കാതെ അവരെ ഇവിടുന്ന് മാറ്റുക എന്ന് പറയുന്നത് വലിയൊരു അവരുടെ ജീവിതത്തിൽ തന്നെ വലിയൊരു പ്രതിസന്ധി ആയിരിക്കും എന്നാണ് ഓരോ കടക്കാരും പറയുന്നത്. അപ്പോൾ അതുതന്നെയാണ് കണ്ണൂർ മൗണ്ടനും മനസ്സിലാക്കിയത്. കാരണം ഇവരെ ഇന്ന് നാളെ തന്നെ ഇവിടുന്ന് എടുത്ത് മാറ്റണമെന്ന് പറയുന്നതിനെക്കാട്ടും നല്ലത് ഒരു ഫുഡ് കോർട്ട് കോർപ്പറേഷൻ തന്നെ സ്ഥലം കണ്ടെത്തി അവർക്ക് കച്ചവടം ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കണമെന്ന് ഈ ഒരു അവസ്ഥയിൽ പറയാനുള്ളത്.